അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. പായിപ്ര പഞ്ചായത്ത് അംഗം CPIയിലെ ദീപ റോയി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അർഹതയില്ലാത്ത ആനുകൂല്യം കൈപ്പറ്റിയതായി CPI മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ. തുടർ നടപടിക്ക് പാർട്ടി ഒരുങ്ങുന്നതിനിടെയാണ് ദീപ പഞ്ചായത്ത് അംഗത്വം രാജിവച്ചതെന്നും ജോളി പൊട്ടയ്ക്കൽ. പായിപ്ര പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ദീപ റോയ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അർഹതപ്പെടാത്ത ആനുകൂല്യം കൈപ്പറ്റിയതായി CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതായി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ. പദ്ധതി പ്രകാരം 600 ചതുരശ്ര അടി വീട് നിർമ്മിക്കുവാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ദീപ 1800 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വന്തം വാർഡിലും പഞ്ചായത്തിലും ലൈഫ് ഭവന പദ്ധതി ആനുകൂല്യം അർഹിക്കുന്ന നിരവധി പേരുണ്ടായിട്ടും അവരെ പരിഗണിക്കാതെ പഞ്ചായത്ത് അംഗമെന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തതായും അനർഹമായി കൈപ്പറ്റിയ തുക പഞ്ചായത്തിൽ തിരിച്ചടയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് ദീപ റോയ് പഞ്ചായത്ത് അംഗ സ്ഥാനം രാജിവെച്ചതെന്നും ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീമതി ദീപ റോയ് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം ദീപ റോയ് സ്വന്തം വാർഡിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും അർഹരായ നിരവധി ആളുകൾ വീട് വെക്കാൻ സ്ഥലമില്ലാത്ത നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവരെ പരിഗണിക്കാതെ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം വീട് വയ്ക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നും ധനസഹായം ലൈഫ് മിഷൻ പദ്ധതി വഴി കൈപ്പറ്റുകയുണ്ടായി. അത് സമൂഹത്തിൽ ദീപ റോയി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായിട്ടുള്ള CPIക്കും അവമതിപ്പുണ്ടാക്കും എന്ന് പാർട്ടി മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദീപ റോയിയോട് തൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ ആ ക്രമക്കേട് അത് തെറ്റായിപ്പോയി എന്നും അനർഹമായി കൈപ്പറ്റിയിരിക്കുന്ന തുക പഞ്ചായത്തിൽ തിരിച്ചടച്ച് പാർട്ടിയെ ബോധ്യപ്പെടുത്തണമെന്നും പാർട്ടി അവരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് പകരമായി ദീപ റോയ് രാജിവെക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത് ഗ്രാമപഞ്ചായത്ത് അംഗത്വം. എന്നാൽ സമാനമായ രീതിയിൽ പായിപ്ര പഞ്ചായത്ത് ക്രമക്കേട് നടത്തി ഭൂമി വാങ്ങിയ തുകയും വീട് വയ്ക്കാനുള്ള തുകയും കൈപ്പറ്റിയ കോൺഗ്രസ് നേതാവും 22ാം വാർഡ് മെമ്പറുമായ MC വിനയന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചില്ലെന്നും ജോളി പൊട്ടയ്ക്കൽ. പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ MC വിനയൻ നടത്തിയിട്ടുണ്ട്. ദീപ റോയ് വീട് വയ്ക്കുന്നതിന് വേണ്ടി മാത്രമേ ധനസഹായം കൈപ്പറ്റിയിട്ടുള്ളൂ. എന്നാൽ ശ്രീ MC വിനയൻ വീട് വയ്ക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും കൂടി അവർ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ LDF എന്ന രീതിയിൽ അതൊരു ആക്ഷേപമായി കൊണ്ടുവരികയും പരാതികൾ മറ്റ് ഗവൺമെൻറ് ഏജൻസികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ UDF മുന്നണിയുടെ ഭാഗത്തു നിന്നും MC വിനയനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ നാളിതുവരെ അവർ തയ്യാറായിട്ടില്ല. അവരിനിയും അത് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഗൂഢലക്ഷ്യം കാരണം 2 മാസമായി കിടപ്പിലായി തന്നോട് പണം തിരിച്ചടയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതിനാലും കഴിഞ്ഞ 1 വർഷമായി വാർഡിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് ആവശ്യമായ പിന്തുണ ലഭിക്കാത്തതിനാലുമാണ് രാജിവെച്ചതെന്ന് ദീപ റോയ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ് തൊടുപുഴ.